ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. വീണ്ടും നമ്മളുടെ ഹാർബറിൽ തന്നെ, ശക്തികുളങ്ങര ഹാർബറിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പം നാളെ പോകാനുള്ള വള്ളങ്ങളൊക്കെ വലയൊക്കെ സെറ്റാക്കുന്നു. എന്താ ഞങ്ങളിവിടെ മീൻപിടുത്തം തുടങ്ങി. നല്ല ആംബിയൻസാണ്, മഴയൊന്നുമില്ല, നല്ല കായലൊക്കെ നല്ല സെറ്റായിട്ട് കിടക്കുന്നു. വലക്കാരുടെ പണി ഒരു സൈഡിൽ നടക്കുന്നു. ഞങ്ങൾ ബൈറ്റായിട്ട് ഇടുന്നത് ചാളയാണ് കേട്ടോ. ചാള ഇട്ടാൽ പെട്ടെന്ന് നല്ല പാര കിട്ടും കേട്ടോ. നമ്മൾ ഇടേണ്ട താമസം. ചാള ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കുന്നത്. നല്ല ചാള മേടിച്ചു കേട്ടോ. ചാള മേടിച്ച് 50 രൂപയ്ക്ക് ചാള ഇഷ്ടം പോലെ കിട്ടും. ചാള നമ്മളങ്ങോട്ട് ഇടേണ്ട താമസം കേട്ടോ. നമ്മളെ ചാകര തുടങ്ങി. അവനും നമ്മളെ കൂട്ടുകാരൻ പയ്യനും കിട്ടി. ഞാൻ അടുത്ത ഒരെണ്ണത്തിൽ രണ്ടെണ്ണമൊക്കെ കയറി പിടിക്കുന്ന കേട്ടോ. ഇപ്പോൾ പാറ ഇഷ്ടം പോകുന്നു. നല്ലപോലെ ചാളക്കകത്ത് പെട്ടെന്ന് കിട്ടും കേട്ടോ. കൊഞ്ചിനെക്കാട്ടി നല്ലത് ചാള കിട്ടുക. ഈ ചാളക്കകത്തിടുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ ചാള ഇട്ടങ്ങോട്ട് ചൂണ്ടാവന്ന് വീഴേണ്ട താമസമാണ്. മീൻ പിടിക്കാൻ അറിയാത്തവർക്കും പിടിക്കാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എറിയേണ്ട താമസം വലിച്ചുകൊണ്ട് ഒറ്റ പോകുക. അതുകൊണ്ട് ആ ചാളയാണ് നമ്മൾ ബൈറ്റായിട്ടിരുന്നത്. ഇടേണ്ട താമസം കണ്ടോ. പടപടാ സാധനം കയറി പിടിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ. പക്ഷേ ഈ പാര ഉണ്ടല്ലോ, മഞ്ഞപ്പാരയല്ല കേട്ടോ, ഇത് വെള്ളപ്പാര. എന്തായാലും പറയുന്നത് കറക്റ്റായിട്ട് ഇങ്ങനെ. പക്ഷേ ഈ ഭയങ്കര ടേസ്റ്റാണ് ഇത്. വേറെ ആരുണ്ട്, നമ്മൾ ഫ്രഷായിട്ട് പിടിച്ചുകൊണ്ട് കറി വെക്കുന്ന ടേസ്റ്റ് വേറെ കേട്ടോ. അല്ല കൂട്ടുകാരുടെയൊക്കെ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടില്ല, അന്നേരം മീൻ കറി വെക്കുന്നത് അതേ കണക്ക് തന്നെ കേട്ടോ. നമ്മളും ഇങ്ങനെ കൊണ്ട് കറി വെക്കുമ്പോൾ ഇതേ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം തന്നെ തുടങ്ങിയുള്ളൂ. ഇപ്പം തന്നെ ഉണ്ട് ഇത്രയും കിട്ടി. നമുക്ക് ഓരോ വട്ടവും ചൂണ്ട വലിച്ച് കയറ്റുമ്പോൾ മീൻ ഉറപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ച് ചൂണ്ട വരുന്നത് മീനോട് തന്നെ ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചാള ഇടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് അവിടെ ബോട്ടുകാരിൽ നിന്ന് കുറച്ച് കൊഞ്ചെടുത്തായിരുന്നു കേട്ടോ. കൊഞ്ചെടുത്തിട്ട് താമസമാണ് പിടിക്കാൻ. പക്ഷെ ചാള ഇടുമ്പോൾ അങ്ങനല്ല കേട്ടോ. ഇപ്പോൾ കൊഞ്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ചാള തികയത്തില്ല. അത് കുറച്ചേ നമ്മൾ മേടിച്ചുള്ളൂ കേട്ടോ. പക്ഷെ പിന്നെ വിചാരിച്ച് ചാള തോനെ മേടിച്ചാൽ മതിയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അതേ കണക്ക് പാര അടിക്കുന്നുണ്ട്. അത് നല്ല മുട്ടം പാര അടിക്കുന്നത്. വീഡിയോ കാണുന്ന കണക്കല്ല കേട്ടോ, നല്ല വലിപ്പമുള്ള പാരയാണ് അടിക്കുന്നത്. അതുകൊണ്ട് പോകുന്ന ഒരു ചാള മേടിച്ചുകൊണ്ട് പോകുക, ചെറിയ പീസാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിച്ച് വരേണ്ടി വരത്തില്ല. നല്ലപോലെ മീൻ കിട്ടും. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ ക്യാമറമാൻ അതൊന്നും എടുത്തില്ല. നമ്മൾ കൊച്ചവനാണ് ക്യാമറമാൻ. അവനാണെങ്കിൽ ഇത് പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തിലാണ്. പക്ഷേ അടിപ്പിക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ ആൾക്കാർ പറയും അതല്ല ഡേഞ്ചറാണ് അവിടെ. നമ്മൾ ഓരോ വട്ടവും പിടിച്ചെടുക്കുന്നത് മീനില്ലാതെ നമ്മൾ ചൂണ്ട കയറി വരത്തില്ല. ഇത് തിരിച്ചു മറിച്ച് കാണിക്കുന്നതൊന്നും അല്ല കേട്ടോ. ഇത് അവസാനം നമുക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് ഇത് നമ്മൾ പറ്റിപ്പാണോ ഇല്ലയെന്നൊക്കെ. അതെന്ന് പറഞ്ഞാൽ ആര് പോയാലും മീൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മുന്നേ നമുക്ക് കൂടുതലും തേടായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഇപ്പം തേട് അധികം അങ്ങോട്ട് അടിക്കുന്നില്ല. പാര തന്നെയാണ് അടിക്കുന്നത്. പാര വേറെ ടൈപ്പുണ്ട്, മഞ്ഞപ്പാര. അതല്ല, ഇത് നല്ല വെള്ളം. മറ്റേ വറ്റയുടെ ചെറുതാണെന്ന് തോന്നുന്നു, വറ്റയുടെ. കാര്യം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ. വേറൊരു പാരയുണ്ട്, അതെനിക്കിഷ്ടമല്ല. പക്ഷേ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ ചെറുക്കനും കിട്ടുന്നുണ്ട്. നമ്മൾ മാറിയും തിരിഞ്ഞും. ഇത് വേറെ ആരുണ്ട്, വേറെ ചൂണ്ടയുണ്ടെങ്കിൽ ഒരാൾ ഊരിയിടാൻ നിന്നാൽ ഇതിപ്പോൾ നമ്മളെ സഞ്ചി നിറയും. ഇതിനെ ഊരി ചിലതങ്ങ് ഭയങ്കര പാടാട്ടോ. അകത്ത് കയറിയ വീഴുങ്ങും കണ്ടോ. ചിലത് എളുപ്പം ഊരിയെടുക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഇടേണ്ട താമസമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇത് ഊരിയെടുക്കുന്ന സമയത്ത് വേറൊന്നും പറഞ്ഞാൽ അപ്പോഴേ അടുത്തടുത്ത് ഊരി മാറ്റാം. അതേപോലെ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചൂണ്ടയിടാൻ ആഗ്രഹിക്കുന്നവർ ഹാർബറിലോട്ട് പോവുക, കുറച്ച് ചാള മേടിക്കുക, ഇടുക, സന്തോഷത്തോടെ തിരിച്ചു വരാം കേട്ടോ. പിന്നെ ഇടയ്ക്ക് കോര കിട്ടുന്നുണ്ട് കേട്ടോ. കോരയൊന്നും ഞാൻ കൂട്ടാത്ത കോരയാണ്. പക്ഷേ ഫ്രഷോട് കൊണ്ട് കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ മോനെ, ടേസ്റ്റ് വേറെയാണ്. അത് കോരയും ഇതും ഈ പാരയും രക്ഷയില്ല ടേസ്റ്റ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വന്ന് നമ്മളിത് പിടിക്കുന്നത്. നല്ല മുഴുത്ത പാരയാണ് കേട്ടോ കിട്ടുന്നത്.
ഞങ്ങളവിടെ ചോദിച്ചു ഇതിൻ്റെ പേര് കറക്റ്റായിട്ട്. അപ്പോൾ അവരൊന്ന് വറ്റപ്പാലയെന്നാണ് പറഞ്ഞത്. ഇത് വേറൊരു കവറിലോട്ട് ഇട്ട മറ്റേ സഞ്ചിക്കകത്ത് മാക്സിമം അല്ല തോനെയായി കണ്ടോ. ഇടേണ്ട താമസം മീൻ ചാകരയാണ്, ചാകര. അതുകൊണ്ട് മീൻ ചൂണ്ടയിടാൻ ആഗ്രഹിക്കുന്നവർ വരിക, ചൂണ്ടയിടുക, സന്തോഷത്തോടെ തിരിച്ചു പോവുക. ഇതേയുള്ള എനിക്ക് പറയാൻ. നമ്മൾ ഹാപ്പിയാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ മീൻ കിട്ടി. അത് നിങ്ങൾക്ക് അവസാനം ഞങ്ങൾ കാണിച്ചു തരാം. നല്ലപോലെ മീൻ കിട്ടിയിട്ടുണ്ട്. കണ്ട കടന്ന് പിടയ്ക്കണ കണ്ട. നമുക്കൊരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ലൊരു ക്ലൈമറ്റ് കിട്ടുകയും ചെയ്യും. ക്ലൈമറ്റിൻ്റെ അല്ല, ഈ കായൽ നല്ലൊരു ശാന്തമായിട്ട് കിടക്കും. ചില സമയങ്ങളിലുണ്ടല്ലോ ഭയങ്കര ഓളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പം കായൽ നല്ല പോകുമ്പോഴെല്ലാം നല്ലൊരു ഇതിൽ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചൂണ്ട ഭയങ്കരമായിട്ട് കയറി ഉടക്കും കേട്ടോ. ഉടക്കി കഴിഞ്ഞാൽ ഇത് കെട്ടുന്ന പാട് ഓർത്തിട്ട് ഭ്രാന്തൻ. പക്ഷെ ഇപ്പം വലിയ ഉടക്കൊന്നുമില്ല. എനിക്ക് വള്ളക്കാരുടെ വലയും മറ്റേ കയറും ഇതൊക്കെ കിടന്ന് അതിനകത്ത് കയറി ഉടക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകാൻ നേരത്ത് കുറച്ച് ചൂണ്ട കെട്ടി വെച്ചിട്ട് പോകണം. അതാകുമ്പോൾ പൊട്ടുന്നതനുസരിച്ച് ഇതെടുത്ത് കെട്ടി പടപടായില്ല. അല്ലെങ്കിൽ പിന്നെ ചൂണ്ട കെട്ടുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഇവിടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം വലിയ കുഴപ്പമില്ല. ചിലർക്കുള്ള ഇങ്ങനെ പൊട്ടി പോകുന്നത്. അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരാണ് മീൻ പിടിക്കാൻ കേട്ടോ. പോകാൻ താല്പര്യമുള്ളവരൊക്കെ പോയെന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾ വിഷമിച്ച് വരേണ്ടി വരത്തില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അതേ കണക്ക് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. തേടല്ല കിട്ടുന്നത്, ഈ പാര ആയതുകൊണ്ട് കുഴപ്പമില്ല. ചിലതങ്ങ് വേണ്ട വിഴിയും കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് ഊരിയെടുക്കാൻ. ഇറക്കനും താണ്ട മണവള പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയി ട്രൈ ചെയ്യണം കേട്ടോ. പോവുക, ചൂണ്ടയിടുക, സന്തോഷത്തോടെ പോവുക. അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണണ്ടേ? അപ്പോൾ കാണിച്ചു തരാം. ചെറുക്കാതാണ്ട് ചൂണ്ടയിൽ കിടന്ന് ഊരാൻ കിടന്ന് പാടുപെടുക കേട്ടോ. ചില മീനങ്ങ് വായിലങ്ങ് കയറിപ്പോകും കേട്ടോ. എടുക്കാൻ പെടുന്ന പാടാണ് വലിയ പാട്. കണ്ട സാധനം കണ്ട, ഇല്ല പിടയ്ക്കുന്ന മീനെ കണ്ട. ഇന്ന് കിട്ടിയ മീനെ കാണണ്ടേ? ഇതാണ് നമുക്ക് ഇന്ന് ഇത്രയും കിട്ടിയ മീൻ. 3-4 തേടുണ്ട് കേട്ടോ. നല്ല മുട്ടയുള്ള തേട് കണ്ട. ലാസ്റ്റ് ഞങ്ങൾ നിർത്തുക. കാര്യം എന്ന് പറഞ്ഞാൽ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മീനായി കേട്ടോ. അതുകൊണ്ട് നമ്മൾ നിർത്തി. കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലേറെ ഇതിനെ ഇട്ടിട്ട് നല്ല ചീത്തയായി പോകും. പിന്നെ നമ്മളിത്രയും കഷ്ടപ്പെട്ട് വെറുതെ ആയി പോകും. അല്ലേ പിന്നെ ഐസയാണ്. അതുകൊണ്ട് നമ്മൾ നിർത്തി. കുറേ മീനെ കിട്ടി, സന്തോഷം. കണ്ടോ, ചാകരയായിരുന്നു. ചാകര, പാര, കോര, ചാകര. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.